അതുപോലെ തന്നെ ഇതുണ്ടാക്കി ആളുകൾക്ക് നമുക്ക് സാധാരണക്കാർക്ക് കൊടുക്കുന്ന രീതിയിൽ നമ്മൾ അത്ര വലിയ വിലയൊന്നും വാങ്ങാതെ നമ്മൾ ചെയ്യുന്ന ജോലി, ഞാൻ എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന ജോലിക്ക് എനിക്ക് വേതനം കിട്ടണം, അല്ല കൂടുതൽ ലാഭം വേണമെന്നൊന്നും എനിക്കില്ല. അങ്ങനൊന്നും പ്രതീക്ഷിക്കും. നമ്മൾ ചെയ്യുന്ന ജോലിക്ക് പ്രതിഫലം കിട്ടണം, ആ രീതിയിലുള്ള വിലയെ വാങ്ങുന്നുള്ളൂ. കൊല്ലം ജില്ലയിലെ തൃക്കരുവ എന്ന ഗ്രാമത്തിൽ മനോഹരമായ ശില്പശേഖരങ്ങളുള്ളവരിടത്താണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത്. ഒരു BSF ജവാന്റെ ഇഷ്ടങ്ങളിലും സ്വപ്നങ്ങളിലും നെയ്തെടുത്ത ശില്പങ്ങളാണ് നിങ്ങളെ കാണുന്നത്. നീണ്ട 36 വർഷത്തെ BSF രാജ്യസേവനത്തിന് ശേഷം തന്റെ സ്വപ്നങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും വേണ്ടി അദ്ദേഹം തുടങ്ങിയ ഒരു ചെറിയ സംരംഭമാണ് ഫൈബർ ഗ്ലാസ് ശില്പങ്ങൾ. നമസ്കാരം, ഞാൻ ജി മഹാദേവൻ. ഞാൻ BSFിലായിരുന്നു. BSFിൽ ഏതാണ്ട് 36 വർഷം സർവീസ് ചെയ്ത് അതിന് ശേഷം റിട്ടയർഡായി നാട്ടിൽ വന്ന് ഇങ്ങനെ നമ്മുടെ ആ കൊറോണ സമയത്തായിരുന്നു. ആ സമയത്ത് പിന്നെ നാട്ടിൽ വന്നതിന് ശേഷം അന്നേരമാണ് ഇങ്ങനെയുള്ള ഒരു സംരംഭം തുടങ്ങണമെന്നൊരു മനസ്സിൽ തോന്നിയത്. ഞാനെങ്ങും പോയി പഠിച്ചതൊന്നുമില്ല, അല്ലാതെ തന്നെ ഞാൻ സ്വന്തമായിട്ടുള്ള രീതിയിൽ തുടങ്ങി വെച്ചതാണ്. ഒരു പുതിയ എന്തെങ്കിലും ചെറിയൊരു ബിസിനസ് തുടങ്ങണം എന്നുള്ളവർക്കൊക്കെ വലിയൊരു ഇൻസ്പിറേഷനാണ് അദ്ദേഹം. നമ്മൾ വലിയ വലിയ കടകളിലൊക്കെ പോയിട്ട് ഒരുപാട് വില കൊടുത്ത് വാങ്ങുന്ന പല ഐറ്റംസും നമുക്കിവിടെ റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ ലഭിക്കും. നമ്മുടെ സാധാരണ ശില്പങ്ങളെയൊക്കെ അപേക്ഷിച്ചിട്ട് വെയിറ്റ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് നമുക്ക് ക്യാരി ചെയ്യാനും എളുപ്പമാണ്. സൂക്ഷിച്ചുപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ലോങ് ലൈഫുള്ള ശില്പങ്ങളാണ്. നമ്മുടെ വീട്ടിലെ ലിവിങ് റൂംസ് ഒക്കെ മനോഹരമാക്കാനും ഒരു ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോൾ അവിടെ കൂടുതൽ ഭംഗിയുള്ളതാക്കാനും അതുപോലെ തന്നെ നമ്മുടെ പൂജാമുറികളിലെ സ്പിരിച്വൽ ആംബിയൻസ് ഒക്കെ ഒന്ന് കൂട്ടാനും ഒക്കെ സഹായിക്കുന്ന തരം ശില്പങ്ങളും ഷോ പീസസും വിഗ്രഹങ്ങളുമാണ് ഇവിടെ ഉള്ളത്. ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം ന്യായമായ വിലയിലാണ് ഇവയൊക്കെ കൊടുക്കുന്നത്. കൽപ്രതിമയൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ഇതും ഫൈബർ ഗ്ലാസ് കൾച്ചർ തന്നെയാണ്, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കല്ലിലൊക്കെ കൊത്തിയെടുത്ത പോലെ ഉണ്ട്. പിന്നെ മറ്റൊരു ഷോ പീസ് എനിക്കിവിടെ വന്നിട്ട് ഇഷ്ടപ്പെട്ടത് ഇതാവരണം. നമുക്ക് ഇഷ്ടമുള്ള നിറം, നമുക്ക് വേണ്ട നിറം പറഞ്ഞാൽ അതും ഇവിടെ ചെയ്തു തരും. കാണിച്ചു കൊടുക്കും. ഈ ഫൈബർ ഗ്ലാസ് ശില്പങ്ങളുടെ പ്രത്യേകതകളും എങ്ങനെയാണ് അദ്ദേഹം ഇതിലേക്ക് എത്തിപ്പെട്ടതെന്നും ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് അദ്ദേഹത്തോട് തന്നെ വിശദമായിട്ട് ചോദിച്ചറിയാം. അതിപ്പം ഞാനിപ്പോൾ ഇത് ആദ്യം പെൻഷനായി വന്നതിന് ശേഷം ആദ്യം ഇതിൻ്റെ ഫ്ലവർ പോട്ട് എന്ന് പറഞ്ഞ ഒരു രീതിയിലായിരുന്നു ആദ്യം ഞാൻ നീങ്ങിയത്. അപ്പം ഫ്ലവർ പോട്ട് കുറേ നാൾ അതിൻ്റെ ബിസിനസ്സും കാര്യങ്ങളെല്ലാം നടന്നു. പിന്നെയാണ് അതും തന്നെ നമ്മുടെ ഇഷ്ടത്തിന്, അതും ഫാഷൻ ചട്ടികളാണ്, സാധാ ചട്ടികളൊന്നും അല്ല, എല്ലാം ഫാഷൻ ചട്ടികളായിരുന്നു. അത് ആളുകൾക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഒരുപാട് സെയിലൊക്കെ നടന്നു. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നെ എനിക്കൊരു ഇത് വന്നത്, ഈ ഫൈബറിനകത്തോട്ട് നീങ്ങിയാൽ എന്താണ്. അങ്ങനെ ആ സമയത്ത് ആ ബുദ്ധൻ്റെയൊക്കെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ ഞാനത് ഇപ്പോഴും നല്ല ട്രെൻഡിങ് ആണ്. എല്ലാ വീട്ടിലും ഒരു പോസിറ്റീവ് എനർജി കിട്ടുമെന്നുള്ളൊരു സങ്കല്പം എല്ലാവരും ഉണ്ട്. അപ്പോൾ അങ്ങനെ പുതിയ പുതിയ വീടുകൾ വെക്കുമ്പോഴെല്ലാം അവിടെ എല്ലാം ഓരോ ബുദ്ധനെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, അന്വേഷിച്ച് കണക്കാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇതൊരു നല്ല ഇതാണെന്നല്ല. അപ്പം ഞാൻ സ്വന്തമായിട്ട് തന്നെ ഇങ്ങനെ ആലോചിച്ച്, ഞാൻ ഇങ്ങ് പഠിക്കാനൊന്നും പോയില്ല. ഞാൻ മൊബൈൽ കണ്ട് എനിക്ക് നേരത്തെ കലാവാസന നമുക്കുണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഞാൻ നോക്കി എന്തായാലും നമുക്ക് ഒരു കൈ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇതിൻ്റെ കുറേ കാര്യങ്ങൾ പഠിച്ച് പിന്നെ ഞാനിങ്ങനെ ഫൈബർ മറ്റേ റബ്ബറിൻ്റെ ഇത് എല്ലാം എടുത്ത് ഞാൻ മോൾഡിങ് തുടങ്ങി. ആദ്യമൊക്കെ കുറേ പ്രോബ്ലംസ് ആയിരുന്നു. പിന്നെ ഞാൻ പലയിടത്തും ചോദിച്ച് ഇതിന് ചേരുന്ന ആ ഇതുവരുണ്ടല്ലോ, ഒരു ഡൈല്യൂഷൻ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു മാത്ര, അതായിരുന്നു നമുക്ക് ഏറ്റവും വലിയ പ്രോബ്ലം. ആദ്യം കുറേയൊക്കെ ഉണ്ടായി. പിന്നെ പതുക്കെ ഇപ്പം ശരിയായി. ഇപ്പോൾ ഓക്കെയാണ്. ഇപ്പോൾ 100% ഓക്കെയാണ്. ചെയ്ത് എക്സ്പീരിയൻസായി. ഇപ്പോൾ ഏത് മോൾഡും എനിക്ക് എടുക്കാനുള്ള ഒരു കോൺഫിഡൻറ്റ് ഉണ്ട്. ഇപ്പം ഏത് മോൾഡും പല ആളുകളും ഇത്രയും വർഷത്തെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ വന്നിട്ട് കൂടുതൽ ആളുകൾ വിശ്രമ ജീവിതം നയിക്കാനാണ് നോക്കാറ്. പക്ഷെ സാർ അതിൽ നിന്നൊക്കെ വ്യത്യസ്തനായിട്ട് വീണ്ടും എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഒരു സംരംഭമല്ലേ. അപ്പം പുതിയതായിട്ട് എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളോടൊക്കെ എന്താ പറയാനുള്ളത്? എനിക്കിപ്പം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ റിട്ടയർഡായി വന്നതാണ്.
പക്ഷെ ഞാൻ റിട്ടയർഡ് ആവുന്നതിന് മുമ്പ് നല്ല ഹാർഡ് വർക്കറായിരുന്നു. ഞാൻ ഷിപ്പിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ കൂടുതലും ഷിപ്പിലാണ് വർക്ക് ചെയ്തത്. നല്ല ഹാർഡ് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ അതനുസരിച്ച് ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ ആദ്യമൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്ത് നോക്കി. എനിക്കതൊന്ന് ഭയങ്കര ബോറായിട്ട് തോന്നി. ഒരു ദിവസം ചിലവാക്കാൻ എന്തൊരു പാട് തോന്നിയെന്നറിയാം. അങ്ങനെ പിന്നെ ഞാൻ പിന്നെ ആലോചനയിലായി എന്തു ചെയ്താൽ പറ്റും. അങ്ങനെയാണ് ആദ്യം പിന്നെ ഞാൻ ഈ ചെടിച്ചട്ടി നിർമ്മാണത്തിനകത്തോട്ട് നീങ്ങി. അതും ഒരുവിധം നല്ല രീതിയിൽ ഇങ്ങനെ പോയി. പിന്നെ ഈ ഫൈബറിൻ്റെ ഇതിലും. പക്ഷേ എനിക്ക് പറയാനുള്ളത്, മറ്റുള്ളവരടുത്ത് പറയാനുള്ളത്, നമ്മൾ ഒരിക്കലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ റെസ്റ്റ് എടുത്ത് ജീവിതം കൊണ്ടുപോകുന്നതിലും നല്ലത് എന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്ത് നമ്മൾ ജീവിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ആളുകൾ വിചാരിക്കും എനിക്ക് നല്ല പെൻഷൻ ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, എനിക്ക് ചിലവാക്കാൻ കാശുണ്ട് എന്നുള്ളതല്ല. നമ്മുടെ ശരീരത്തിന് നല്ല കഠിനാധ്വാനം കൊടുക്കണം. അപ്പോൾ അത്രയും നമുക്ക് റിലാക്സ്. രാത്രി ആവുമ്പോൾ ചെന്ന് കിടന്നാൽ മതി, നല്ല ഉറക്കം വരും. അങ്ങനെയൊക്കെ ഉള്ള കാര്യം എനിക്കതേ ഉള്ളൂ പറയാൻ. എപ്പോഴും കുബേരൻ ആള് ഇവിടെ നമ്മള് കുബേരൻ എന്ന് പലരും പറയുന്നത് സത്യത്തില് ലാഫിംഗ് ബുദ്ധയാണ്. അതിന്റെ പല പല കളറിൽ വേണമെങ്കിൽ നമുക്ക് അടിക്കാം. ഇത് സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് സ്റ്റാൻഡോട് കൂടിയുള്ള. ഇപ്പം 36 വർഷം രാജ്യസേവനം ചെയ്ത വ്യക്തിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ ഒരു ജോലിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ ഹാർഡ് വർക്ക്, ഡെഡിക്കേഷൻ, ഡിസിപ്ലിൻ, ഇവയൊക്കെ നമുക്ക് ആ ജോലിയുടെ ഭാഗമായിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ്. ഇവയൊക്കെ ഇന്നത്തെ ഈ ഒരു ജീവിതത്തിൽ എങ്ങനെ ഫോളോ ചെയ്തു പോകുന്നു? ഞാൻ എൻ്റെ അപേക്ഷിച്ച് ഞാൻ പറഞ്ഞു, എനിക്ക് സമയത്തിന് ഞാൻ വളരെ വില കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം രാവിലെ രാവിലെ ഒരു 4-4:30 എഴുന്നേറ്റ് ഒരു 1/4 മണിക്കൂർ നടന്നിട്ട് വരും. പിന്നെ എൻ്റെ വന്ന് ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ സ്വന്തം കാര്യങ്ങളൊക്കെ പിന്നെയും ചെയ്യാനുള്ളത് ചെയ്തിട്ട് ഞാൻ കടയിൽ പോയി കട തുറന്ന് അപ്പോൾ കാര്യങ്ങളെല്ലാം ഡിസ്പ്ലേ ചെയ്ത് വിൽക്കും. അപ്പം ഇതിനകത്ത് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞൊരു പട്ടാളക്കാരൻ്റെ ഒരു അയാളുടെ ശരീരത്തിൽ അലിഞ്ഞു ചേരുന്ന ഒരു കാര്യമാണ്. അത് നമ്മളെപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അത് മരിക്കും വരെ അങ്ങനെ ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കും. ഇതൊക്കെ തനിയെ ചെയ്തതല്ലേ? ഇത് ഞാൻ ആദ്യം നമ്മുടെ ആ കൊറോണയുടെ സമയത്ത് ആദ്യം തുടങ്ങിയ സംരംഭമാണിത്. 3D പെയിൻറ്റിങ്. ഇത് ഒരു നല്ലൊരു ഡിസൈനാണ്. വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനാണ് ഇത്. ജോലി എന്നുള്ള ഉപരി ഇത് നമ്മൾ വളരെ ഇഷ്ടത്തോടുകൂടി ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് എനിക്കിതിനകത്തൊരു മടുപ്പോ വെറുപ്പോ ആളുകൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഇത്രയും നേരം ഇരുന്ന് പണിഞ്ഞിട്ട് ഒരു മുഷിച്ചില്ലെന്ന് തോന്നുന്നില്ലേ? അങ്ങനെ പലരും ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എനിക്കൊന്നും തോന്നുന്നില്ല. എനിക്ക് ജോലി വരുന്നു, ഞാനത് ചെയ്യുന്നു. അതിനകത്ത് എനിക്കൊരു ക്ഷീണമോ ഒന്നും തോന്നുന്നില്ല. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം എൻ്റെ മനസ്സിൻ്റെ സംതൃപ്തിക്ക് വേണ്ടി ഞാനിങ്ങനെ ചെയ്യുന്നു. വയസ്സ് ഇതിനകത്തൊരു പ്രശ്നമേ ഇല്ല. നമ്മുടെ മനസ്സിൻ്റെ ഇതാണ്. മനസ്സിനകത്ത് നമുക്ക് ദൃഢതയുണ്ടെങ്കിൽ നമ്മൾ ഏത് ജോലിയും ചെയ്യും. പക്ഷേ വയസ്സ് എനിക്ക് ഇത്രയായി എന്ന് പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല. ജന്മസിദ്ധമായി കിട്ടിയ കലയെയും കഴിവുകളെയും എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നതിന് ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് മഹാദേവൻ സർ. ആദ്യമൊക്കെ കടയിൽ നേരിട്ടെത്തുന്നവർക്ക് മാത്രമായിരുന്നു ശില്പങ്ങൾ വിറ്റിരുന്നത്. എന്നാൽ ഇപ്പോൾ ഓൺലൈനിലും അദ്ദേഹത്തിന്റെ ശില്പങ്ങൾക്ക് ആവശ്യക്കാരേറെയാണ്. ഓൺലൈനിൽ ശില്പങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. തൃക്കരിവ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് അടുത്തായിട്ടാണ് കേട്ടോ ഈ കടയുള്ളത്. ഓപ്പോസിറ്റ് ഒരു പള്ളിയുണ്ട്. ഗൂഗിൾ മാപ്പിലും ലൊക്കേഷൻ കിട്ടും. സാമ്പ്രാണിക്കൊടി തുരുത്തിലേക്കൊക്കെ പോകുന്നവരാണെങ്കിൽ കരുവ വഴി കയറുകയാണെങ്കിൽ മഹാദേവൻ സാറിൻ്റെ ഷോപ്പിലെത്താം. പ്രായം തളർത്താത്ത മനസ്സുമായി തൻ്റെ സ്വപ്നങ്ങൾക്ക് പിറകെ പോകുന്ന മഹാദേവൻ സാറിനെ പോലെയുള്ളവരൊക്കെ ജീവിത വിജയം കൈവരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പ്രചോദനമാവട്ടെ.